മനാഫെ മനാഫ് നേരത്തെ പറഞ്ഞു ഈ നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞു. ആർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ്? ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആയിരം, അതിൽ എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. കണക്ക് പലതുമാണ് വരുന്നത്. 200, 300, 500, 1000 പേരെ എത്തിയിട്ടുണ്ട്. അതൊന്നും അറിയില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന താങ്കൾക്ക് പറയാം, എത്ര പേരെ മിസ്സിംഗ് ആണ്? ഇത് ആ കാലഘട്ടം 1998 മുതൽ 2014 വരെ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ മിസ്സിംഗ് കേസസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട്? ഏതെങ്കിലും പരാതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് അറിയേണ്ടതല്ലേ? അപ്പോൾ ഈ നീതി ലഭിക്കാൻ വേണ്ടി ആരൊക്കെ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അത് എപ്പോഴാണ് സമീപിച്ചത് എന്നുകൂടി മനാഫ് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, നല്ല ചോദ്യം. ഞാൻ ഈ ഒരു ചെറിയൊരു ഗ്രാമമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ഈ ധർമ്മസ്ഥലയിൽ മാത്രം കാണാതെ അൺഐഡന്റിഫൈഡ് ബോഡീസ് ആയിട്ട് വെറും കഴിഞ്ഞ ഒരു 12 കൊല്ലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 485 പേരെ അവിടെ കാണാതായിട്ടുണ്ട്. അതുപോലെ തന്നെ 472 സൂസൈഡ് കേസുകളുണ്ട്. ഒരു ചെറിയ നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനെ ഒരു തരത്തിലും, ഞാൻ എവിടെയും ഒരു തരത്തിലും പറയണില്ല ഇത് മൊത്തം ചെയ്തത് ഒരു അമ്പലത്തിന്റെ ആളുകളാണെന്നോ ഒരിക്കലും പറയണില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതൊരു ആ നാട്ടിൽ നടന്നതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോ ഗുരുവായൂർ അമ്പലം, ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നതിനോണ്ട് ഗുരുവായൂരിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മോശം കാര്യം, ഗുരുവായൂരിൽ നടന്ന ഒരു കൂട്ട കൊലപാതകത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയിട്ടാവുന്നത്? ഇവിടെ ആരും ആ അമ്പലത്തിന് എതിരല്ല, ഒരാളും എതിരല്ല. ഇവിടെ ആ ഒരു ചെറിയൊരു നാട്ടില്, ആ നാടിന്റെ പേരാണ് ധർമ്മസ്ഥല. ഈ ധർമ്മസ്ഥലയില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ 12 കൊല്ലത്തെ കണക്ക് തന്നെ 485 പേരുടെ അൺഐഡന്റിഫൈഡ് ബോഡീസ് അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്നലെ ഈ 2 ദിവസമായിട്ടുള്ളൂ ഒരു വലിയൊരു പൊട്ടി, എന്താ പറയാ, ഒരു വലിയൊരു ബോംബ് പൊട്ടിയ മാതിരിയ സംഭവം ഉണ്ടായത്. കാരണം എന്താ പറഞ്ഞാൽ പല ആളുകളും എന്തായി ഇതിനെ അമ്പലമായിട്ട് കുഴയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ജയന്ത് ടി എന്ന് പറഞ്ഞ ഒരാള് വിവരാവകാശം വെച്ചിട്ട് കുറെ രേഖകൾ സംഘടിപ്പിച്ച് അവിടെ, അതില് കഴിഞ്ഞ 2010 ഒരു കൊലപാതകം നടന്ന് ആ ദിവസത്തിൽ 2 മൃതദേഹങ്ങളാണ് പോലീസിന്റെ മുന്നിലേക്ക് വന്നത്. അത് കൊല ചെയ്യപ്പെട്ടിട്ട് പിറ്റേത്തെ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് മറവ് ചെയ്ത, അതിലൊരു ആണ് അൺഐഡന്റിഫൈഡ് ബോഡി ആയിട്ട് അദ്ദേഹത്തിന്റെ ബോഡിയെ പ്രഖ്യാപിക്കുകയും ഈ പെണ്ണ് കൊലപാതകമാണ് നടന്നതെന്ന് പരിശോധിച്ച് അതിൽ നിന്ന് കൊലപാതകമാണെന്ന് അറിഞ്ഞ് ഈ 2 ബോഡികളും മറവാണ് ചെയ്തത്, മറവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ് അത് ബേൺ ചെയ്യണം. രേഖകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ രേഖകളൊക്കെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. അപ്പൊ ഇത്തരത്തില് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ചിട്ടും അവിടുത്തെ ഡി ഗാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോകൾ കേന്ദ്രീകരിച്ചും നടക്കുന്ന ഈ കൂട്ട കൊലപാതകങ്ങളെ പറ്റിയിട്ടാണ് അന്വേഷിക്കണം. ഇതിന് സത്യാവസ്ഥ ഇതുപോലെ പോലീസ് ഈ മിസ്സിംഗ് കേസുകളിലൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. 2015 മുതൽക്കാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത്. അതുവരെ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം ബെൽത്തങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് ഉള്ളത്. ഇപ്പം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്തോട്ടെ. അവിടെ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട്, രണ്ട് മൃതശരീരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഈ 2 മൃതശരീരങ്ങൾ നിയമപരമായിട്ട് 15 ദിവസം മോർച്ചറിയിൽ വെച്ചതിന് ശേഷമേ എന്താക്കാൻ പാടുള്ളൂ, അതിനെ ദഹിപ്പിക്കുക അല്ലെങ്കിൽ മറവ് ചെയ്യാനേ പാടുള്ളൂ, ദഹിപ്പിക്കാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമാണെന്ന് ആ കേസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഇവിടെ കോടതി വന്നത്. സാർ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അൺഐഡന്റിഫൈഡ് ബോഡീസിന്റെ രേഖകൾ ഒരു പോലീസ് സ്റ്റേഷന് അവിടെ വെച്ചിട്ട് ആ രേഖകൾ ഇല്ലല്ലോ, അതൊക്കെ കത്തിച്ച് കളഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നേരത്തെ അവിടെ താമസിക്കുന്ന ആളാണല്ലോ, അന്നൊന്നും മനാഫിന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ലേ?
ഇങ്ങനെ ആളുകൾ മിസ്സാവുന്നതും, പ്രത്യേകിച്ച് അല്ല, സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ മിസ്സാവുന്നു, അവർ ബലാത്സംഗത്തിന് ഇരയാവുന്നു, അവരെ റേപ്പ് ചെയ്തതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കുഴിച്ചിടുന്നു. ഇതിനെക്കുറിച്ചൊന്നും മനാഫ് നേരത്തെ അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലേ? ഞാൻ നേരത്തെ അറിയണതാ. അറിയോ? ഞാൻ കേട്ടിക്കണ്. അന്നൊന്നും നിയമ സംവിധാനത്തെ സമീപിക്കാതിരുന്നത് എന്തുകൊണ്ടാ? അന്നൊന്നും ഞാൻ കഴിഞ്ഞ മയക്ക് പോകുന്ന ആളല്ലേ. എനിക്ക് അന്നൊന്നും വലിയ പവർ ഇല്ലാലോ, ഞമ്മക്ക് അന്നൊന്നും സംസാരിക്കാനുള്ള ശേഷി ഇല്ലാലോ. ഞാനിത് ഇപ്പൊ അത്യാവശ്യം പവർ ഉണ്ട്, അതിനൊന്നും ഇപ്പൊ ഒരു കുറവില്ല. ഞാൻ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് അന്നൊക്കെ ഇത് സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ 5 മാസമായിട്ടേ ഉള്ളൂ എന്റെ മുന്നിൽ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾ വന്നിട്ട് ഈ താങ്കളൊന്ന് ഇതിൽ ഇടപെടണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനന്യ ഭട്ട് അങ്ങനെ ഒരു കുട്ടി പോലും ഇല്ലാന്നാണല്ലോ പറയുന്നത്. അതിലെ പിന്നെ അത് അവർ തെളിയിക്കും സ്വാഭാവികമായിട്ടും. ഞാനൊരു ചെറിയൊരു കാര്യം ചോദിക്കാം. അനന്യ ഭട്ടിന്റെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഇല്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അനന്യ ഭട്ട് മാത്രമല്ല, അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട്. ഇതൊന്നും മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലല്ലോ മനാഫേ. അല്ല, എത്ര ബോഡി കിട്ടുന്നു, എത്ര എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുന്നു എന്ന് നോക്കി നടക്കുകയായിരുന്നല്ലോ മലയാളത്തിലെ മാധ്യമങ്ങൾ, അല്ലേ? അവർ ഈ കാര്യമൊക്കെ പുറത്തു വന്നതല്ലേ? ഇതൊന്നും ആരും എന്താ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? ഞാൻ സാറോട് ഒരു കാര്യം പറയട്ടെ. അനന്യ ഭട്ട് എന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളത് സാറിന് എവിടുന്ന് കിട്ടി ഈ വിവരം? എനിക്ക് കിട്ടി, എന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടി. സാറിന് എവിടുന്ന് കിട്ടി? ഇല്ല, എന്നാ അനന്യ ഭട്ട് എന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു എന്ന് തെളിവുകൾ സഹിതം അല്ല, താങ്കൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു? ആ കുട്ടിയുടെ അമ്മ CBI ഓഫീസിൽ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു കൽക്കത്തയിൽ എന്നൊക്കെ. അതിന് താങ്കളുടെ കയ്യിലുണ്ടോ തെളിവുകൾ? ഞാൻ ഇനി പറയട്ടെ. അനന്യ ഭട്ടിന്റെ അമ്മന്റെ പേരാണ് സുജാത ഭട്ട്. അതെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. സുജാത ഭട്ട് എന്ന് പറഞ്ഞ സുജാത ഭട്ട് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആവശ്യം എന്താ? ആ അമ്മന്റെ ആവശ്യം എന്താണ്? ആ അമ്മക്ക് ആകെ വേണ്ടത് കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ട. വേറെ ഒരു മറ്റുള്ള ആരാണോ തന്റെ മകളെ കൊല ചെയ്തത്, അങ്ങനെ ഒരാളില്ലാന്നല്ലേ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് മനാഫേ? പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു അവിടെ പഠിച്ചിട്ടില്ല, അവിടുത്തെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ SIT എന്താ മൊയന്തള? SIT എന്താ മണ്ടന്മാരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അവരെ കൊല ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തേക്ക് SIT രൂപീകരിച്ചിട്ട് 1 മാസമായി. 1 മാസത്തിൽ ഈ ആദ്യത്തെ കേസ് SITന്റെ മുന്നിൽ വരുന്ന ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് ഈ സുജാത ഭട്ടിന്റെ പരാതിയാണ്. 1 മാസമായിട്ട് SIT ഈ കേസിൽ എവിടെയെങ്കിലും SIT പറഞ്ഞിട്ടുണ്ടോ ഈ സുജാത ഭട്ട് പറയുന്നത് കള്ളത്തരാണെന്നുള്ളത്? ആരാ ഈ ഒരു പാവം അമ്മ, ഒരുപാട് പ്രായമുള്ള അമ്മക്ക് ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട താങ്കളെ പോലെയുള്ള ആളുകൾ ഈ അമ്മനെ തന്നെ ഇല്ല ഭൂമിയിൽ എന്ന് പറയാൻ മാത്രം താങ്കളല്ലേ ആ സ്ഥലത്തുണ്ടായിരുന്ന ആൾ? അമ്മ കാണിക്കണ്ടേ? ഞാൻ തിരുവനന്തപുരത്തിരിക്കുകയാണ്, താങ്കൾ അവിടെ ഉള്ള ആളല്ലേ? താങ്കൾ പറ സത്യം. അനന്യ ഭട്ടിനെ ആരാണ് കൊലപ്പെടുത്തിയത്? അനന്യ ഭട്ടിനെ കൊലപ്പെടുത്തിയത് ആരാന്ന് ഞാനല്ല അന്വേഷിക്കേണ്ടത്. ആ അമ്മന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ. അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു ആചാരപ്രകാരം ആ അമ്മക്ക് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല അസ്ഥികൂടവും വല്ല അസ്ഥിയോ ഉണ്ടോ കൊടുക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുജാത ഭട്ടിന്റെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് സുജാത ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നതെന്നുള്ളതാണ്. ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല സുജാത ഭട്ടിന്. അവരെവിടെ പോയി? അത് ഞാനും അംഗീകരിക്കണേ. സുജാത ഭട്ടുമായിട്ട് മണിക്കൂർ കണക്കിൽ സംസാരിച്ച ആളാണ് മനാഫ്. സുജാത ഭട്ട് എന്റെ സഹോദരങ്ങൾ അവര് നമ്മൾ അണ്ടറിലുണ്ട്. സുജാത ഭട്ടിന്റെ സഹോദരങ്ങള്, സുജാത ഭട്ടിന്റെ ഭൂമി. അപ്പൊ നിങ്ങളുടെ അണ്ടറിലാണ് ഇവരെല്ലാം ഉള്ളത്. അതായത് ഈ സോക്കോൾഡ് ശുചീകരണ തൊഴിലാളി സുജാത ഭട്ട്. ഇനി അനന്യ ഭട്ട് കൂടി ഉണ്ടോ? നിങ്ങൾ ഒളിപ്പിച്ചതാണോ?
അങ്ങനെ 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 നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുക, അതൊന്നും ഒരു കുഴപ്പമില്ല. Yes, മനാഫ്, ഒരു മിനിറ്റ്. മനാഫ്, ഞാൻ പറയണത് ഇപ്പം ഈ സംസാരിക്കുന്ന BJP-ന്റെ പ്രതിനിധി അദ്ദേഹമാണ് ശരിക്കും എന്താക്കേണ്ടത്, ഇതിന് നീതി നേടിക്കൊടുക്കേണ്ടത്. അദ്ദേഹം മിണ്ടാതെ നീതി ഉറപ്പാക്കുമെന്ന് യുവരാജിനോട് ചോദിക്കാം. അതുകൂടി പറയണല്ലോ. യുവരാജ് ആയിക്കോട്ടെ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മനാഫ്. അനിൽ നമ്പ്യാർ മനാഫ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. യുവരാജ് ആയിക്കോട്ടെ, അനിൽ നമ്പ്യാർ ഇരയുടെ കൂടെയാണോ വേട്ടക്കാരന്റെ കൂടെയാണോ? വേട്ടക്കാരന്റെ കൂടെ അല്ലേ നിക്കണങ്ങള്? വേട്ടക്കാരന്റെ കൂടെ നിക്കണങ്ങള്. ഈ കേരളത്തിലെ സമൂഹം മൊത്തം കാണുന്നുണ്ട്. നിങ്ങൾ വേട്ടക്കാരുടെ കൂടെയാ നിക്കണത്. ഇരകൾക്ക് നീതി നേടിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഇരകൾക്ക് നീതി ഉറപ്പാക്കേണ്ട കേന്ദ്ര സർക്കാർ, അതാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. അതിന്റെ പ്രതിനിധി BJP-യുടെ പ്രതിനിധി യുവരാജിനോട് ചോദിക്കാം. ഓരോ മനുഷ്യരും നീതി നടപ്പാക്കി കൊടുക്കണം. യെസ്.